ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൺറൈസാണ്. അതായത് ഇവിടുത്തെ വെളുപ്പാങ്കാലം 5 മണിയാണ് ഫ്രണ്ട്സ്. 5 മണി നമ്മുടെ നാട്ടിലെ കണക്കല്ല. ഇവിടെ നേരത്തെ നേരം വെളുക്കും. ചിലപ്പോൾ 4:15, 4:45 അങ്ങനെ ആ ടൈമിലൊക്കെ ആയിരിക്കും ഇവിടെ നേരം വെളുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ബീച്ചിൽ പോവാണ് ഫ്രണ്ട്സ്. നമ്മൾ വക്ര ബീച്ചിലാണ് പോകുന്നത്. കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മൾ അവിടുത്തെ കണക്കല്ലോ കടൽ, ഇവിടെ തിരയില്ലാത്തതുകൊണ്ട് നമ്മൾ കുളിക്കാൻ പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ അച്ഛൻ തലേദിവസം പറഞ്ഞാൽ നമുക്ക് നേരത്തെ രാവിലെ പോവാം, സൺറൈസിന് മുമ്പേ പോവാം. അപ്പോൾ നമുക്ക് സൺറൈസിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ജസ്റ്റ് ഒന്ന് റെഡിയായി വാതിൽ തുറന്ന് നോക്കിയപ്പോഴാണ് സൂര്യൻ ഉദിച്ചു മണ്ടേ നിൽക്കുകയാണ് ഫ്രണ്ട്സ്. അങ്ങനെ എനിക്കും പപ്പൂനും ഭയങ്കര വിഷമമായി. അതുകൊണ്ടാണ് ഇന്നത്തെ ഇൻട്രോയിൽ നമ്മളെ കാണാത്തത്, അല്ലാതെ എടുക്കാൻ മറന്നല്ല ഫ്രണ്ട്സ്. ബൈ ദ വേ ഫ്രണ്ട്സ്, ഇതാണ് ഇവിടുത്തെ ബീച്ച്. എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയുക കേട്ടോ. ഫ്രണ്ട്സ്, കണ്ടാൽ നമുക്കൊരു തടാകം കണക്കിരിക്കുമെങ്കിലും ഇതാണ് ഇവിടുത്തെ ബീച്ച്. അത് ഒരേ സമയത്ത് 2 പ്ലെയിൻ പാരലായിട്ട് പോവുകയാണ്. നമ്മൾ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ ലാൻഡിങ് ഇത് കണക്കായിരുന്നു. ഞാൻ നിങ്ങളടുത്ത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പാരലായി ഒരു പ്ലെയിനും കൂടെ ലാൻഡ് ചെയ്തു എന്ന്. ഇതേപോലെയാണ് ഇവിടെ നടക്കുന്നത്. പാരലായി ഇവർ പോവാണ്. ഈ സണ്ണ് ഇപ്പം കഴിഞ്ഞ് പോണ ഇതായിരിക്കും മിക്കവാറും ആദ്യം ലാൻഡ് ചെയ്യുക. അങ്ങനെ അതിങ്ങനെ ഇപ്പോൾ ഒരുപാട് പ്ലെയിനുകൾ നമുക്കിങ്ങനെ കാണാൻ പറ്റി. ഇവിടുത്തെ സ്ഥിരമാണ്. നമ്മൾ നല്ല കണക്കിൽ ഇങ്ങനെ എപ്പോഴും നമുക്ക് അടുത്തടുത്ത് കണ്ടുകൊണ്ടിരിക്കാനേ പറ്റും. അങ്ങനെ പപ്പു അവിടെ നിന്നിട്ട് ഓരോ വീഡിയോസൊക്കെ എടുക്കുകയാണ്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ബീച്ചിൽ എത്തുന്ന മുമ്പേ ഒരുപാട് പേര് എത്തി. അവർ നേരത്തെ വന്നു. എനിക്ക് തോന്നുന്നു അവരൊക്കെ മിക്കവാറും സൺറൈസും കൂടെ കാണാൻ വേണ്ടി വന്ന ആൾക്കാരായിരിക്കും. അങ്ങനത്തെ പപ്പു വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. തുടക്കം കുറിച്ചത് പപ്പുവാണ്. ഓടി കളിക്കുകയാണ്. അമ്മ അവൻ നല്ലോണം വരട്ടുന്നുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ സീനിൽ കാണുന്ന ഈ വെള്ളത്തിൽ കിടന്ന് മറിയുന്ന കുട്ടിയാണ് പപ്പു. മഞ്ഞ ഉടുപ്പിട്ട ഞാനാണ്, മറ്റേത് അച്ഛനാണ്. അച്ഛൻ ഇറങ്ങണമെന്ന് വിചാരിച്ച് വന്നതല്ല. ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാനും പപ്പും കൂടെ നിർബന്ധിച്ച് ഇറക്കിപ്പിച്ചതാണ്. പിന്നെ അമ്മയ്ക്ക് സ്വാഭാവികമായും വെള്ളം പേടിയാണ്. സോ അമ്മ ഇറങ്ങിയില്ല. അമ്മയ്ക്ക് കടൽ പേടിയാണ്. അങ്ങനെ നമ്മളടുത്ത് അമ്മ പറയുമായിരുന്നു, ദൂരോട്ട് പോലെ. പിന്നെ എനിക്ക് ചെറിയ പേടിയുള്ളതുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ കയ്യിൽ തന്നെ തൂങ്ങിപ്പിച്ച് കിടക്കുന്നത്. പിന്നെ അതിൻ്റെ അടി മൊത്തവും പായലാണ്. അപ്പം ഒരുമാതിരിയാവും ഫ്രണ്ട്സ്. അതാണ് ഞാനിങ്ങനെ കൂടെ കിടക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾ വിചാരിക്കും നമ്മളെന്താ മണ്ണുറ്റുകയാണോ? അല്ല ഫ്രണ്ട്സ്, നമ്മൾ എവിടെ ഇങ്ങനെ ജീവനോടെ ഓടിപ്പോകുന്ന മറ്റേ കക്കയോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പറക്കിയെടുക്കുകയാണ്. ഫ്രണ്ട്സ്, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ വെച്ച് ഡ്രസ്സൊക്കെ മാറി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യ വന്ന വഴിക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ട്രെയിന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് കോമ്പറ്റേറ്റ് ചെയ്യാൻ വിചാരിച്ചു. ഇവിടെ വെച്ചല്ല നമ്മൾ കോമ്പറ്റീഷൻ തുടങ്ങിയത്. കുറച്ചുകൂടെ അപ്പുറത്ത് വെച്ചാണ് നമ്മൾ കോമ്പറ്റീഷൻ തുടങ്ങിയത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഇവർ സാധാരണ അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ്, ചില സ്ഥലങ്ങളിൽ ഇവർ മുകളിൽ കൂടെയും പോകാറുണ്ട്. അങ്ങനെ പോവാണ്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിവിടെ നോക്കി ഇപ്പുറത്ത് സൈഡിലേക്ക് വന്നപ്പോഴാണ് അടുത്ത സ്റ്റേഷനെത്തി. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കോമ്പറ്റേറ്റ് ചെയ്യാമെന്ന്. ഫ്രണ്ട്സ്, കോമ്പറ്റീഷനാണ്. ട്രെയിൻ ജയിക്കും, നമ്മൾ ജയിക്കുമെന്നാണ്. അണ്ടർഗ്രൗണ്ട് ആവാൻ പോവാണ്. അണ്ടർഗ്രൗണ്ട് ആവാൻ പോവാണ്. നമ്മളാണ് ജയിച്ചിരിക്കുന്നത്. യെസ്, ഇറങ്ങി തുടങ്ങി. പപ്പുവിൻ്റെ ചെവി മൊത്തം തിരിഞ്ഞ ബാക്ക്. ഫ്രണ്ട്സ്, മൊത്തം ഇവിടെ തിരിഞ്ഞാണ്. മുടി നോക്കട്ടെ.
ഇപ്പുറത്തെ ചെവി ഇവിടത്തെ കുറച്ചുണ്ട്. എനിക്കാണ് ഇവിടെ എവിടെയോ ഫ്രണ്ട്സ് കിളിക്കുഞ്ഞ്. ഇതാണ് ഫ്രണ്ട്സ് മണ്ടൻകിളി. മണ്ടൻകിളിയുടെ കുഞ്ഞാണ്. കിളിക്കുഞ്ഞേ കുഞ്ഞ് കുഞ്ഞ്. അയ്യോ ഞാനായിട്ടുണ്ട് റോഡിൽ തള്ളിയിടല്ലോ പോൾ. അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ മണ്ടൻകിളിയും കണ്ട് ഓറിയൻറ്റിൽ കയറി ഫുഡും കഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഇപ്പുറത്തുള്ള ഒരു ടോയ് ഷോപ്പിൽ വന്നിരിക്കുകയാണ്. ഷോപ്പിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ടോയ് ഷോപ്പല്ല, അതൊരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. അതിൻ്റെ ഇപ്പുറത്തെ സെക്ഷൻ കുറച്ച് ടോയ്സും കൂടെ ഉണ്ട്. അങ്ങനെ ഇതേ പപ്പു ഇപ്പം റോൾസ് റോയ്സിന് 2 കാറുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേതെങ്കിലും സെലക്ട് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാണ് പപ്പു വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും അച്ഛനും മകനും വണ്ടിപ്രേമികളായതുകൊണ്ട് അച്ഛൻ തന്നെയാണ് പപ്പു വേണ്ട എന്ന് പറഞ്ഞിട്ടും പപ്പുവിൻ്റെ വേണ്ടെന്ന് അങ്ങനെ പറയത്തില്ല, എങ്കിലും അവൻ്റെ മനസ്സിൽ ഒന്നെടുക്കണമെന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അച്ഛനാണ് അവൻ നിർബന്ധിക്കാതെ വാങ്ങിച്ചു കൊടുത്തത്. കാരണം അച്ഛനൊരു വണ്ടിപ്രേമിയാണ്. അങ്ങനെ ഇഷ്ടംപോലെ കാറുകളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ ഒരുപാട് കാറുകൾ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നു. ഓട്ടോറിക്ഷ എടുത്തോ, സാധനം വേണമെങ്കിൽ എടുത്തോ, നല്ല നോക്കി പച്ച ഗ്രീൻ ഓട്ടോ. ഇതൊക്കെ അലമാര വെക്കാൻ പറ്റിയ സാധനം. ഗ്യാസ് ഗ്രീനാ, ബ്ലാക്ക് എടുത്തോടാ. ബ്ലാക്ക് നോർമൽ. ദാണ്ട് ഇതിരിക്കുന്നു ലംബോർഗിനി. ദാണ്ട് വെള്ള 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 ലംബോർഗിനി. ഇത് കണ്ട വിന്റേജ് ഇതാണ് ജീപ്പ് ബ്രാംഗ്ലർ. ഇതിലായിരുന്നു സൗണ്ട്. ഇതിന്റെ വില പറയുന്നത് ഇതൊരു ചോദിച്ചു ബക്കാറ്. എടാ എടാ മേബാക്കടാ, മേബാക്ക് മേബാക്ക്. ഫ്രണ്ട്സ് വണ്ടി പ്രാന്തുള്ള അച്ഛനും മോനും. ഫ്രണ്ട്സ് യെസ്. സൈബർ കാർ വേണോ? സൈബർ ട്രക്ക് തറയിടമേ വെക്കൂ. ഇതിൽ എക്സ്പ്രസ് ആണ് ഇത്. ഓ മെർസിഡീസ്. അത് മേബാക്ക്. അതെ സൈഡ് വൈറ്റാ. എവിടെ അത് ചെറുതല്ലേ, മറ്റേതാണോ നല്ലത്? ഇവിടെ നീ ഡിഫൻഡർ എടുത്തായിരുന്നോ? ഇത് വേണോടെ സൈബർ കാർ? ഇത് വേണ്ടല്ല പപ്പു, സൈബർ കാർ എല്ലാം ഒരേ സൈസുള്ള. നോക്ക് ഒരേ സൈസുള്ള സൈബർ കാർ വേണ്ട. ഇതിനകത്ത് ഡിഫൻഡർ ഉണ്ടെന്നോ? ഈ ഡിഫൻഡർ എടുക്കില്ല, അതിനേക്കാളും ക്വാളിറ്റി ഉള്ളത്. ബൈക്ക് അപ്പൂന് വേണ്ട അതിൻ്റെ ഉണ്ടായിരുന്നു മാച്ച്. ഫ്രണ്ട്സ് നമ്മൾ ടോയ് ഷോപ്പിൽ നിന്ന് സാധനങ്ങളെ കൊണ്ട് കാറി വെച്ച ശേഷം നമ്മൾ അടുത്ത് റോണക്കിൽ വന്നിരിക്കുകയാണ്. റോണക്കിൽ ഇതണക്ക് ഇങ്ങനെ ഇഷ്ടംപോലെ സ്റ്റേഷനറി സാധനങ്ങളുണ്ട്. ഇവിടെ കിട്ടാത്തതും ഇവിടെ കിട്ടും. എൻ്റെ കണ്ണ് കണ്ട് മഞ്ഞളിച്ച് പോയി ഫ്രണ്ട്സ്. കാരണം ഇത്രയും സാധനങ്ങൾ ഒന്നിച്ച് കണ്ടപ്പോഴത്തേക്കും അതായത് എന്താ പറയുക,
ബുക്കുകൾ, പിന്നെ ഈ പേനകൾ കളർ ഓർഡറിലാണ് ഇവർ വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ റോബോട്ടുകളുണ്ട് ഫ്രണ്ട്സ്. റോബോട്ട് മീൻസ് പ്രവർത്തിക്കാത്തതാണ്. ഇനി മുമ്പ് പ്രവർത്തിച്ചിരുന്നതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. 2 റോബോട്ടുകളുണ്ട്. നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. കണ്ടോ ഫ്രണ്ട്സ്, ഇതിനെ ഓർഡറിൽ കളർ അനുസരിച്ച് ഇവിടെ വെച്ചേക്കുന്നത്. അത് കാണുമ്പോൾ നമുക്കിത് എടുത്ത് എഴുതാൻ വേണ്ടി തോന്നും. അങ്ങനെ നമ്മൾ കുറച്ച് പേനകളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ആ വൈറ്റ്നറെല്ലാം നോക്കി, പക്ഷേ എൻ്റെ ആവശ്യമില്ലാത്തതിൻ്റെ അടുത്തില്ല. പിന്നെ കാൽക്കുലേറ്റർ വേണമായിരുന്നു, +1 അല്ലേ, അപ്പോൾ നമുക്ക് ആവശ്യമുണ്ട് കാൽക്കുലേറ്റർ. അങ്ങനെ ഇവിടുന്ന് കാൽക്കുലേറ്ററും പൊക്കിക്കൊണ്ട് പിന്നെ കുറച്ച് ബുക്ക് എടുത്തു. അങ്ങനെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ ഇവിടുന്ന് പപ്പു പറയാണ് പപ്പുവിനെ സെലക്ട് ചെയ്ത് ആ പേനയും പെൻസിലൊക്കെ. പിന്നെ ഫ്രണ്ട്സ്, ഇത് കണ്ടെടുത്ത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞുതരാം ഫ്രണ്ട്സ്, ഇതൊക്കെ ബുക്ക് പൊതിയുന്ന സാധനമാണ് ഫ്രണ്ട്സ്. നിങ്ങൾ വിശ്വസിക്കുമോ? പല ഡിസൈനിലുള്ളതാണ്. ബുക്ക് പൊതിയുന്ന സാധനമാണ്. കളർ അനുസരിച്ച് ഇവർ വെച്ചേക്കുന്നത്. പിന്നെ ഇതിൽ ഇവിടുത്തെ ഒരു റോബോട്ട് ഇതാണ്, മഞ്ഞ റോബോട്ട്. അങ്ങനെ ഞാൻ പപ്പുവിനെ പിടിച്ചു നിർത്തി ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ എൻ്റെ അടുത്ത റോബോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. പക്ഷെ ഇത് കാണാൻ നല്ല ഒറിജിനൽ സാധനം പോലെ ഉണ്ട്. ഇത് മുമ്പ് പ്രവർത്തിച്ചതായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഫ്രണ്ട്സ്. നല്ല അത്രമാത്രം ലുക്കായിരുന്നു കാണാൻ വേണ്ടി. പിന്നെ ബ്ലൂ, ഇതാണ് സെക്കൻഡ് വൺ. പൊടിയാണ് സംഭവം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ റോബോട്ട് നെറ്റ് കാണുന്നത്. പിന്നെ ഫ്രണ്ട്സ്, വെറ്റിനറി, ഡെന്റിസ്റ്റ്, പിന്നെ IBBS അങ്ങനെയൊക്കെ പഠിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് സാധനം ഇവിടെ ഉണ്ട്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കാറിലാണ്. നമ്മൾ നാളെയാണ് പോകുന്നത്. അപ്പം ഇന്ന് കുറച്ച് പർച്ചേസൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം അല്ല, ഫാമിലി ഫോട്ടോ കുറച്ച് എടുക്കണം. അപ്പം അതിന് വേണ്ടി നിൽക്കുകയാണ്. അപ്പം അതിന് പോണതിന് മുമ്പ് കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാൻ വിചാരിച്ചു. അങ്ങനെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കുറച്ച് സമയം എടുക്കും. അപ്പം അതുവഴി സംസാരമൊക്കെ പറഞ്ഞിരിക്കാം. ഓക്കെ, സ്പ്ലിറ്റ് കളിക്കുന്ന ഗെയിമൊക്കെ കാണിച്ചിരുന്നായിരിക്കും. സ്പ്ലിറ്റ് കളിക്കുന്ന ഫ്രണ്ട്സ്. സാധനം വന്നിട്ടുണ്ട്. പപ്പു വന്നുകൊണ്ട് കുടിക്കുന്നു. വാട്ടർമെലനാണ് ഫ്രണ്ട്സ്. പഞ്ചാര ഇട്ടില്ല. അച്ഛൻ്റെ അച്ഛ അങ്ങനെ പറഞ്ഞ പഞ്ചാര ഇട്ടല്ലേന്ന്. ഫ്രണ്ട്സ്, ഈ കാണുന്ന സ്റ്റേഡിയം നിങ്ങൾക്ക് എവിടെയെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇടുക. പിന്നെ നിങ്ങൾക്ക് കമൻറ്റും കൂടി ചെയ്യണേ. ഫ്രണ്ട്സ്, ഇവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രശാന്ത് അങ്കിളാണ് ഷൂട്ട് ചെയ്യാൻ വന്നത് ഫോട്ടോയ്ക്ക്. അങ്ങനെ ഫ്രണ്ട്സ്, അവരത് ഫോട്ടോ എടുത്ത് ഇനി വീഡിയോ ചൂടെടുക്കണ്. പപ്പു സൈഡിൽ നിന്ന് ചടപടാ ഫോട്ടോ എടുക്കുന്നു. പപ്പു തറയിൽ ഫോണൊക്കെ തലകുത്തി വെച്ചിട്ട് അങ്ങനെയൊക്കെ ഓരോരോ ഫോട്ടോകൾ അടിക്കുകയാണ്. അവിടെ ഭയങ്കര വെയിൽ താന്ന് എങ്കിലും ഭയങ്കര ചൂട്, ഹ്യൂമിഡിറ്റി അത് കണക്കെ നിൽക്കും. നല്ല ചൂട്. ഫ്രണ്ട്സ്, ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന പ്രശാന്ത് അങ്കിളാണ്. നമ്മുടെ അച്ഛൻ്റെ ഫ്രണ്ടാണ്. പിന്നെ അങ്കിൾ സെറ്റായിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കും. പിന്നെ അങ്കിളൊരു ഡയറക്ടറാണ്, സിംഗറാണ്. അങ്കിളുടെ മോള് കുഞ്ഞാറ്റയും ഒരു സിംഗറാണ്. അപ്പോൾ അവർക്കൊരു ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ ഫ്രണ്ട്സ്, കഴിഞ്ഞെന്നാണ് തോന്നുന്നത്, എന്തോ അറിയത്തില്ല. അങ്ങോട്ട് പോയേക്കാണ്, നോക്കാം കഴിഞ്ഞോ ഇല്ലേന്ന്. അങ്ങനെ പൊളിയായിരുന്നു ഇന്ന്, പക്ഷെ നല്ല ചൂടുണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഫിഫയുടെ ഒരു സ്റ്റേഡിയം. അതായത് കണ്ടെയ്നറുകൾ വെച്ചുണ്ടാക്കിയ സ്റ്റേഡിയം ഇതാണ്. അതായത് ഈ സ്റ്റേഡിയത്തിൻ്റെ പേരാണ് 974 എന്നതിൻ്റെ പേര്. അതായത് 974 കണ്ടെയ്നർ, അതായത് 974 കണ്ടെയ്നറുകൾ വെച്ചാണ് ഈ സ്റ്റേഡിയം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഖത്തറിൻ്റെ കോഡും 974 ആണ്. ഫ്രണ്ട്സ്, നമ്മൾ A380 ആണെന്ന് തോന്നുന്നു. നമ്മൾ എയർബസ് എന്തോ നമ്മൾ എയർബസ് കണ്ടു. ഇപ്പോൾ ഒരു എയർബസ് പോയി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളിതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ എടുത്തു. ഇനി നമ്മൾ സ്ഥലം വരെ ചിലപ്പോൾ പോകാം. ഇനി ഇവിടെ അക്വാ പാർക്കുണ്ട്. അവിടെ ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പോവും. നമ്മൾ ടൈമിങ് നോക്കിയപ്പോൾ ഈദിൻ്റെ ഈ ടൈമിലുള്ള ടൈമിങ് കാണിക്കുന്നത്. അപ്പോൾ ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ കൂടെ കയറുന്നതാണ്. ഇനി ഒരു ദിവസം കൂടെ ഉള്ളു പോകാൻ. അപ്പം അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ചിടപടയും തീർത്തിട്ടൊക്കെ പോവാം. അപ്പം നമുക്കിനി തിരിക്കാം.
ഫ്രണ്ട്സ് ഇവിടെ ഫ്രൈഡേ എന്ന് പറഞ്ഞ ന്യൂ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ പോയതാണ്. പക്ഷെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അത്ര വന്നിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഫ്രണ്ട്സ്, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഫുഡ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളതേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ അക്വേറിയം കാണാൻ വേണ്ടി വന്നേക്കാണ്. ഇവിടെ എൻട്രൻസിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല, മേലോട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതേ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രേ കാണാനുള്ളൂ എന്ന് എൻ്റെ വിശ്വാസം എന്തോ ഫ്രണ്ട്സ്. അപ്പം നമ്മളിങ്ങനെ ഒരുപാട് മീനുകളെ കണ്ടു. ഷാർക്കിനെ കണ്ടായിരുന്നു, പക്ഷേ വീഡിയോയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പിന്നെ ഷാർക്കിനെ കൂട്ടം കൂട്ടായി പോകുന്നതും പിന്നെ തിരച്ച് കിടന്ന് പറക്കുന്നതൊക്കെ കണ്ടായിരുന്നു ഫ്രണ്ട്സ്. അല്ല ഉണ്ടാവും അല്ല പ്ലെയിൻ ലാൻഡ് ചെയ്ത് കണക്ക് ഒറ്റ ഇതിലാണ് തിരച്ച് പോകുന്നത്. അങ്ങനെ പിന്നെ ഒരുപാട് മീനുകൾ അങ്ങനെ കണ്ടു, കളർ മീനുകൾ. നല്ല രസമുണ്ടായിരുന്നു ഫ്രണ്ട്സ് ഇതിനെ കാണാൻ വേണ്ടി. ഇവിടെ വലിയ ഷാർക്കുണ്ട് അവിടെ, ചിരണ്ടി ഓടുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നത്തെയും പോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റാ.